ഹലോ, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ട് പപ്സ് ഉണ്ടാക്കിയാലോ? നമ്മളെന്നും ഇതുകൊണ്ട് സമൂസ ഉണ്ടാക്കാറ്. സമൂസ ഷീറ്റ് കൊണ്ട് സമൂസ അല്ലാതെ വേറെ ലൈറ്റ് ഉണ്ടാക്കിയാലും അങ്ങനെ ഉണ്ടാവും. അത് വളരെ എളുപ്പമാണ്, സമൂസേനേക്കാൾ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതുണ്ടാക്കാൻ വേണ്ടത് നമുക്കധികം പുഴുങ്ങിയെടുത്ത 4 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, നമ്മൾ സമൂസക്കൊക്കെ മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സെയിം ഐറ്റം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് സവാള അധികം ചേർക്കണം, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല ഇതിനകത്തായിട്ട്. ഇനി നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ടെങ്കിൽ സവാള സാധാരണ ചേർക്കുന്ന പോലെ 1-1.5 സവാള ചേർത്താൽ മതി. ഞാനിത് കിഴങ്ങ് ചേർക്കാത്തതുകൊണ്ട് സവാള ഒരു 3 സവാള, 2.5 സവാള എന്ന് പറയാം, കാരണം ഒന്ന് ചെറുതാണ്. അങ്ങനെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ നമ്മൾ സവാള എല്ലാം ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് കത്തി ഉപയോഗിച്ച് ചെറുതായി അരിഞ്ഞെടുത്താൽ മതി. പക്ഷേ ഈ സംഭവത്തിൽ ചെയ്ത് വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ പണികൾ ചെയ്ത് കിട്ടും കേട്ടോ. ഒരുപാട് വെറുതെ അരിഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ ഉപകാരമുള്ള ഐറ്റമാണ്. അതേപോലെ നമ്മൾ ഇതിനകത്ത് ഇടുന്ന സവാളയ്ക്ക് സെയിം വലുപ്പത്തിൽ ഉണ്ടാവും. മറ്റേ നമ്മൾ വലുപ്പം കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കില്ലേ, ഇതാകുമ്പോൾ എല്ലാതും ഒരേപോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കറിയിൽ നിന്ന് എടുത്ത് 2-3 ചിക്കനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ചേർക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ടേസ്റ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാതും കൂടി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ നേരത്തെ ചേർത്ത സംഭവം തന്നെയാണിത്. സവാള, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടണം കേട്ടോ. അങ്ങനെ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നാൽ പെട്ടെന്ന് വാളാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് ചെയ്യാത്ത കുഴപ്പമൊന്നുമില്ല. വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാല തന്നെയാണ്, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടല ചേർക്കാം, നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നന്നായിട്ട് ബ്രൗൺ കളറാവാൻ നിൽക്കിയത് സവാള ചെറുതായിട്ട് വാടിയ ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഏത് മീറ്റ് മസാല, ചിക്കൻ മസാല ഏതെങ്കിലും കുറച്ചൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ചിക്കനും അതുപോലെ മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. മല്ലിയില നമ്മളിത് ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ കിട്ടും കേട്ടോ. മല്ലിയില ഓപ്ഷനിലല്ല, ചേർത്ത് കൊടുക്കണം, എങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത്രയുള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂട് പോകാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് മൈദയും വെള്ളം കൂടി ചേർത്ത് നമ്മൾ പശ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സാണ്. നമ്മൾ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കോഴിമുട്ട 2 കഷ്ണമായി മാറ്റാം. നമ്മൾ പപ്സിനകത്ത് ഉണ്ടാകുന്നത് പോലെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 2 കഷ്ണമാക്കി മാറ്റുന്നുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്, അപ്പോൾ 8 പപ്സായിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഇതിനകത്ത് ഈ പകുതിയായി തന്നെ വെക്കണം കേട്ടോ, എങ്കിലേ അത് ശരിയാവുള്ളൂ. മുഴുവനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഷീറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിന് നേരെ മുകളിലായിട്ട് ഒരു ഷീറ്റും കൂടി, 2 ഷീറ്റ് വേണ്ട, ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ആദ്യം വെച്ച് കൊടുക്കാം. നന്നായിട്ട് കുറച്ച്, ഒരുപാട് മസാല വെക്കണ്ട, അതിനെ ഒരുപാട് ഫില്ല് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരും. കുറച്ച് മസാല വെച്ചിട്ട് നമ്മുടെ മുട്ട അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മടക്കി കൊടുക്കുമ്പോൾ മുകളിലുള്ളതല്ല ആദ്യം മടക്കുക, താഴെ ഉള്ളത് മുകളിലേക്ക് മടക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് മൈദയും നമ്മൾ വെള്ളം ചേർത്തുള്ള പശ അതിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ താഴെയുള്ള ഭാഗമാണ് ആദ്യം മടക്കേണ്ടത്, മുകളിലുള്ള ഭാഗം മടക്കലത് ശരിയാവില്ല കേട്ടോ. താഴെയുള്ള ഭാഗം മടക്കി കൊടുക്കുമ്പോൾ കുറച്ച് വലിച്ച് ഒന്ന് ടൈറ്റായിട്ട് കൊടുക്കണം. നന്നായി ടൈറ്റ് ആയിട്ടില്ല, അതിൻ്റെ മറ്റേ ഭാഗത്തിൻ്റെ അതുവരേക്കും വലിച്ച് കൊടുക്കണം. പിന്നെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം ഇതേപോലെ കവർ ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതി, എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ മറ്റേ അപ്പുറത്തുള്ള ഭാഗം ഇതേപോലെ ഈ പശ, നമ്മുടെ മൈദപ്പശ കേട്ടോ, ചേർത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ കവർ ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോകുന്നില്ല, ഇതേപോലെ കവർ ചെയ്താൽ മതി. ഇനി മസാല പുറത്ത് പോയി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പോകുന്നൊന്നുമില്ല, അങ്ങനെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇത് ഫുള്ളായിട്ട് കവറായി കിട്ടും, പുറത്തൊന്നും പോവില്ല. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നോക്കി തന്നെ അറിയാം കേട്ടോ, ഒന്നും തന്നെ പുറത്തേക്ക് കാണുന്നില്ല എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൈദ ഒന്നും കൂടി മനാക്കി കൊടുത്താൽ മതി. പക്ഷേ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ, വീണ്ടും ഇങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ച് തന്നേ ഉള്ളൂ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാതും ഇതേപോലെ ആദ്യം മസാല വെക്കുക, പിന്നെ മുട്ട വെക്കുക, പിന്നെ ഓപ്പോസിറ്റുള്ള ഭാഗം താഴെ നിന്ന് മുകളിലേക്കും മടക്കി കൊടുത്താൽ പെട്ടെന്ന് ആവശ്യം നമ്മൾ സമൂസ മടക്കുന്നതിൻ്റെ സമയം കൊണ്ട് അതിൻ്റെ ഡബിൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ 1-2 ഷീറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സമൂസയുടെ കൂടെ നമ്മൾ ഒരു മുട്ടയും കൂടി ചേർത്ത് നമ്മൾ പപ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട്, നിങ്ങൾ അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സമൂസ ഷീറ്റ് പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. എണ്ണ നന്നായി ചൂടായ ശേഷം ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണേ. അതായത് നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതാവരുത്, ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നോമ്പിനൊക്കെ എന്നും ഒരേ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി നോക്കുകൊണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സമൂസ പപ്സ് എന്ന് പറയാം, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇതുപോലുള്ള ഐറ്റംസ് എൻ്റെ ചാനലുണ്ട്, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
താങ്ക് യു. ഇതുപോലത്തുള്ള മനോഹരമായ വളരെ എളുപ്പമുള്ള വിഭവങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. വേഗം പോയി ഇത് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു.